ഇത് കുറച്ച് വെജിറ്റബിൾസിൻ്റെയൊക്കെ സീഡാണ് കേട്ടോ. ഇത് നാട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണ്. എൻ്റെ ഹസ്ബൻഡ് നീസ് നാട്ടിൽ പോയപ്പോഴേ കൊണ്ടുവന്നതാണ് കേട്ടോ. ഞാൻ പറഞ്ഞു വിട്ട് വാങ്ങിച്ചതാണ്. അതായത് നമ്മുടെ അമരപ്പയറില്ലേ അത്, പിന്നെ പച്ചക്കത്തിരി, പിന്നെ കുറച്ച് വെണ്ടയ്ക്ക, പടവലം, അങ്ങനെയൊക്കെ ഉള്ള അരികളാണ്. അപ്പോൾ ഇതൊന്നും ഇവിടെ കിട്ടത്തില്ല. അപ്പോൾ കിട്ടാത്തതൊക്കെയാണ് ഞാൻ വാങ്ങിപ്പിച്ചത്. കാരണം അടുത്ത മാസമാണ് നമ്മൾ നടുന്നത് കേട്ടോ. അപ്പോൾ വിക്ടോറിയ ഡേ കഴിഞ്ഞാണ് നടുന്നത്. അപ്പോൾ ഇപ്രാവശ്യം എനിക്ക് തോന്നുന്നു മെയ് 18-നാണ് വരുന്നത്. അപ്പോൾ അത് കഴിഞ്ഞ് നടണം. അപ്പോൾ അതിന് മുമ്പ് ഇതൊക്കെ ഇന്ന് ഞാൻ സീഡെല്ലാം കൂടെ ഒന്ന് നട്ട് വെക്കാൻ പോവുകയാണ്. അപ്പോൾ നമുക്ക് അടുത്ത മാസം ആകുമ്പോഴത്തേക്ക് എല്ലാം ഒന്ന് വളർന്ന് നിൽക്കും. എന്നിട്ട് വെളിയിലോട്ട് എടുത്ത് പാവാം. അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ ആണ് കേട്ടോ. അങ്ങനെ നടാൻ വേണ്ടി ഞാൻ വിത്തെല്ലാം എടുത്ത് പുറത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ നോക്കിയപ്പോഴും എല്ലാം 2 വീതം ഉണ്ട് കേട്ടോ. അപ്പോൾ 2 നടണ്ടെന്ന് വിചാരിക്കുന്നത്. കാരണം അഥവാ കിളിർത്ത് വന്നില്ല എന്നുണ്ടെങ്കിൽ 2 പോകില്ലേ. അതുകൊണ്ട് ഓരോന്ന് നടാമെന്ന് വെച്ച്. ഇത് വഴുതനങ്ങയാണ് കേട്ടോ. കഴിഞ്ഞ പ്രാവശ്യം നാട്ടിൽ പോയപ്പോൾ ഞാൻ വഴുതനങ്ങയുടെ വിത്ത് എൻ്റെ മാമി തന്നിട്ടുണ്ടായിരുന്നു ഒരെണ്ണം. പക്ഷേ എവിടെയോ കൊണ്ടുവച്ചു, അത് കണ്ടില്ല. അത് ഇവിടെ എല്ലാം അന്വേഷിച്ചിട്ടും വഴുതനങ്ങ കിട്ടുന്നില്ല കേട്ടോ. പച്ച വഴുതനങ്ങ കേട്ടോ. അപ്പോൾ ഇത് മുട്ടയുടെ വരുന്ന ആ പാത്രമാണ് കേട്ടോ. അപ്പോൾ അത് ഞാൻ എടുത്ത് ഇങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഇവിടുത്തെ മണ്ണ് ഫെർട്ടിലൈസറും കൂടെ മിക്സ് ആയിട്ടുള്ളതാണ്. എങ്കിലും ഞാൻ കുറച്ച് പ്ലാൻ ഫുഡും കൂടെ ഇതിലേക്ക് മണ്ണിലേക്കൊന്ന് ഇട്ട് മിക്സ് ചെയ്തിടുന്നുണ്ട് നമ്മൾ നടുന്നതിൽ. അപ്പോൾ കുറച്ചുകൂടി സ്ട്രോങ് ആയിട്ട് വരുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഫസ്റ്റ് ടൈമാണ് ഞാൻ സീഡ് നടുന്നത്. സാധാരണ എപ്പോഴും നമ്മൾ അടുത്ത മാസം ആകുമ്പോഴത്തേക്ക് എല്ലാ ഗാർഡൻ സെൻറ്ററിലും വെജിറ്റബിളിൻ്റെ തൈകൾ വരും. അത് വാങ്ങിച്ചാണ് നടുന്നത്. പക്ഷേ ഉള്ള പ്രശ്നം എന്ന് വെച്ചാൽ പെട്ടെന്ന് 2 മാസം ഓഗസ്റ്റ് പകുതിയൊക്കെ ആകുമ്പോഴത്തേക്കും തണുപ്പ് തുടങ്ങും. അപ്പോൾ ഇത് നന്നായിട്ട് പിടിച്ച് വരുമ്പോൾ തണുപ്പാകും. അപ്പം ഞാൻ വിചാരിച്ച് നേരത്തെ ഒന്ന് നട്ട് നോക്കാം. അപ്പോൾ കുറച്ച് വലുതായി വരുമല്ലോ. അപ്പോഴേ പെട്ടെന്ന് കൊണ്ട് വെളിയിൽ വെക്കുമ്പം അതിൽ പെട്ടെന്ന് അത് അങ്ങ് വലുതാവും എന്ന് വിചാരിച്ച് നടുന്നതും കൂടിയാണ്. പിന്നെ നമുക്ക് ഇവിടെ പടവലമൊക്കെ കിട്ടാൻ കുറച്ച് പ്രയാസമാണ് കേട്ടോ. അമര, പടവലം. അപ്പോൾ നോക്കട്ടെ എന്ന് വിചാരിക്കുന്നു. ഇപ്രാവശ്യം ഞാൻ കുറച്ചൊക്കെ നടന്നു, എങ്കിലും ഞാൻ വാങ്ങിക്കുന്നുണ്ട്. കുറേ കൂടെ വാങ്ങിക്കണം. കാരണം ടൊമാറ്റോട് ഒക്കെ നമുക്ക് വാങ്ങിക്കണം. അപ്പോൾ എൻ്റെ ഇത് പോട്ടെല്ലാം ബാക്ക് യാർഡിൽ കിടക്കുകയാണ്. അപ്പോൾ അത് കൊണ്ടുവന്ന് നടണമെങ്കിൽ കുറേ ജോലിയാണ്. അതിൽ മണ്ണൊക്കെ നിറഞ്ഞ് കിടക്കുകയാണ്. അതുകൊണ്ട് എൻ്റെ പിന്നെ എന്താ ഗറാജിലിരിക്കുന്ന പാത്രങ്ങളിലൊക്കെ ഞാൻ അഡ്ജസ്റ്റ് ചെയ്ത് ഈ വിത്തൊക്കെ അങ്ങ് ഇടുകയാണ്. അല്ലെങ്കിൽ പിന്നെ ഇനി കുറേ ജോലി ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഞാൻ അവിടെ ഇരുന്ന പാത്രങ്ങളിലൊക്കെ ഇട്ട് നട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഇപ്പോൾ ഇത്രയും നട്ടൊക്കെ വെച്ചിട്ടുണ്ട്. വെള്ളമൊക്കെ ഒഴിച്ച് നോക്കിയിട്ട് കിളിർത്ത് വരും, വരാതിരിക്കത്തില്ല. ഇത് കിളിർത്ത് വന്ന് കഴിഞ്ഞാൽ, പക്ഷേ എനിക്ക് കുറച്ച് വലുതാവണം. അതിനാണ് ഇപ്പോൾ 1 മാസം മുമ്പെയാണ് ഞാൻ ഇപ്പം ഇത് നടുന്നത്. അടുത്ത മാസം അവസാനത്തോടു കൂടിയാണ് നമ്മൾ വെളിയിൽ ഇതൊക്കെ നടാൻ പോകുന്നത് കേട്ടോ.